ഇന്ന് സെപ്റ്റംബർ 19 കന്നിമാസത്തിലെ ഉത്രട്ടാതി നാൾ, അനിയൻ ശ്രീരാജൻ്റെ പിറന്നാൾ. രാവിലെയാണ് ഞങ്ങൾ പിറന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ആദ്യം തൃപ്രയാർ നമ്പീശൻസ് ലക്ഷ്മിയിൽ പോയിട്ട് കുറച്ച് ഇഡ്ഡലിയും വടയും അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് വാങ്ങണം. അതിനുശേഷം ഗണേശമംഗലത്തുള്ള ആർട്ട് ഓഫ് ലിവിങ് സെൻറ്ററിൽ ഒരു ഗുരുപൂജ ഉണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പിറന്നാൾ ആഘോഷം. ഇപ്പോൾ തൃപ്രയാർ അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ അടുത്തെത്തി. ഇത് അമ്പലത്തിൻ്റെ തൊട്ടടുത്തേക്കുള്ള വഴിയാണ്. അതായത് ഇതൊരു ഇടവഴി, ഒരു ഊടുവഴി എന്ന് പറയാം അല്ലേ. ഒരു വണ്ടിക്ക് പോലുള്ള ഗ്യാപ്പുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ആനേനെ കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. അങ്ങനെ ഞങ്ങളെന്തായാലും അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലെത്തി. ഇതിൻ്റെ വലതുവശത്തായിട്ടാണ് ലക്ഷ്മി കഫേ ഉള്ളത്. പൂജയുടെ സമയം വളരെ അടുത്തേ, അതുകൊണ്ട് അകത്ത് കയറി തൊഴാൻ നിന്നില്ല, പുറത്ത് നിന്ന് തന്നെ തൊഴുതു. അപ്പോൾ ദീപ് പറയാണ് നല്ല ദോശയുടെ മണമെന്ന്. ഒരു 7 മണി ആവണേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ നല്ല ചൂട് ദോശയും ഇഡ്ഡലിയും പൂരിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കഴിക്കണേ കാണുമ്പോഴേ നമുക്കും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതുകൊണ്ട് ബില്ലൊക്കെ അടച്ച് പെട്ടെന്ന് പോകുന്നു. ഇതാണ് വാടാനപ്പള്ളി ഗണേശമംഗലത്തുള്ള ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ജ്ഞാനക്ഷേത്രം. ഏകദേശം 22 സെൻറ്റിലായിട്ട് ഒരു വീടും പിന്നെ ഒരു AC ഓഡിറ്റോറിയമാണ് ഈ ജ്ഞാനക്ഷേത്രത്തിനുള്ളത്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ജ്ഞാനക്ഷേത്രമാണിത്. ഒരുപാട് കോഴ്സുകളും പൂജകളും ഒക്കെ നടക്കാറുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിലും 7:30-ക്കാണ് ഗുരുപൂജ. ഇന്നത്തെ പൂജ അനിയൻ്റെ പിറന്നാൾ പ്രമാണിച്ച് ഇപ്പോൾ ഇതേ തുടങ്ങാറായി. അമ്മ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഞാനും ദീപു പിന്നെ ഇഡ്ഡലി സാമ്പാറൊക്കെ വാങ്ങാൻ പോയതുകൊണ്ട് കുറച്ച് വൈകി. പൂജയ്ക്ക് മുമ്പ് ഇവരെല്ലാവരും നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുകയാണ്. ഒട്ടും വൈകിക്കാണ്ട് ഞാനും ദീപും പെട്ടെന്ന് തന്നെ പൂജയിൽ ഇരുന്നു. പൂജ നടക്കുമ്പോൾ എല്ലാവരും കണ്ണുകളടച്ച് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ് ഇരിക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭജൻസ് സ്റ്റാർട്ട് ചെയ്യും. വളരെ ഇഷ്ടമാണ് എനിക്ക് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഭജൻസ്. എല്ലാവരും ചേർന്ന് ഭജൻ പാടുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. ഭജൻസ് പാടി കഴിയാറാകുമ്പോൾ ഇന്ന് ആരുടെയാണോ സെലിബ്രേഷൻ അവരെ മാലയൊക്കെ അണിയിച്ച് ആശംസകളൊക്കെ അർപ്പിക്കും. ഇന്നിപ്പോൾ അനിയനില്ലാത്തതുകൊണ്ട് അമ്മേനെയാണ് മാലയൊക്കെ അണിയിക്കണേ. അല്ലെങ്കിലും ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ ആഘോഷിക്കുന്നത് അമ്മമാരാണ് അല്ലേ. നമുക്ക് ജന്മം നൽകാൻ വേണ്ടിയിട്ട് അവർ സഹിച്ച കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു ഓർമ്മ പുതുക്കലും കൂടിയല്ലേ അത്. പൂജ കഴിയുമ്പോഴേക്കും നല്ല വിശപ്പായിട്ടാണ്. ഉടനെ തന്നെ എല്ലാവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി തുടങ്ങി. സാധാരണ നമ്മൾ കേക്ക് മുറിച്ച് ആഘോഷിക്കാറുണ്ടെങ്കിലും ഇതുപോലെ രാവിലെ ഒരു പൂജയൊക്കെ അറ്റൻഡ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറയുന്ന എൻ്റെ ഒരു ഫീല് അത് വേറെ തന്നെയാണ്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്തിട്ട് ഞാനും ദീപും വളരെ സൗകര്യമായിട്ടിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ വീടുണ്ടല്ലോ അവിടുത്തെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. ഈ ഇഡ്ഡലി കഴിക്കുമ്പോഴേ സാമ്പാർ കുറച്ചധികം വേണം, അപ്പോഴേ ഒരു രസമുള്ളൂ. കുറച്ച് സാമ്പാർ വേണം. ഏതറിയും
അടിപൊളി സംഭവം, അടിപൊളി ചട്നി. മതി. ഇപ്പോഴാണ് സംഗതി അങ്ങ് സെറ്റായത്. നല്ല സാമ്പാറിൽ ഇങ്ങനെ കുഴച്ച് ഇഡ്ഡലി കഴിക്കാന്ന് പറയുമ്പോൾ അതിലും വലിയ സന്തോഷം എന്താ ഉള്ളത് അല്ലേ? ഇഡ്ഡലില്ല ഇപ്പോൾ തൃപ്രയാറ് ലക്ഷ്മിയിൽ ഇഡ്ഡലിയൊക്കെ നല്ലതാണെങ്കിലും അവിടുത്തെ സ്റ്റാർ എന്ന് പറയണത് ഈ ഒരു ഉഴുന്നുവടയാണ്. എന്ന് കഴിച്ചാലും അതേ ഒരു ടേസ്റ്റ്, അതേ ഒരു ക്രിസ്പിനെസ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഏത് പരിപാടി ഉണ്ടെങ്കിലും ലക്ഷ്മി എന്നാണ് വട വാങ്ങുക. ഇനി ഞങ്ങൾ കാണിക്കാൻ പോണ ആളെ ഇതാണ് കല്ലു. കല്ലു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനിയത്തിയാണ്. എത്ര ഇഡ്ഡലി? കല്ലുവിൻ്റെ ശരിക്കുള്ള പേര് അനശ്വര എന്നാണ്. കല്ലുവിനെ പോലെ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ആർട്ട് ഓഫ് ലിവിംഗ് അന്നെൻ്റെ ഏറ്റവും വലിയ ഗുണം. എത്ര വട കഴിച്ചു? 2. എത്ര ഇഡ്ഡലി കഴിച്ചു? 2. ഒക്കെ രണ്ടുമല്ല. ഇഡ്ഡലിക്ക് താല്പര്യമില്ല, വടയാണ് ഇഷ്ടം. പ്രത്യേകിച്ച് അംബീഷൻസ് ഇല്ല അല്ലേ? ബെസ്റ്റ് അല്ലേ അംബീഷൻസിലെ വട, സൂപ്പർ വടയാണ്. ഗണപതി ബപ്പ മോറിയ. കണക്കൊക്കെ റെഡി അല്ലേ അമ്മ? എന്താണ് തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ? ആൻറ്റി ചായ കുടിച്ചില്ലേ? ചായ മീൻസ് ബ്രേക്ക്ഫാസ്റ്റ്. ചായ ഇല്ല. ഇവിടെ ആർട്ട് ഓഫ് ലിവിംഗിൽ നമ്മൾ ചായ കൊതുകില്ലല്ലോ. ഒരു കാര്യം ചെയ്താൽ മതി. അതെ, അംബീഷത്തിൽ ഏൽപ്പിക്കേ. അപ്പോ ഹാപ്പി ബർത്ത്ഡേ ശ്രീരാജ് പറഞ്ഞു. ഇതിലേക്ക് നോക്കി പറയും. ഹാപ്പി ബർത്ത്ഡേ ശ്രീരാജ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ശ്രീരാജ്. ഹാപ്പി ബർത്ത്ഡേ ശ്രീരാജ്. ഹാപ്പി ബർത്ത്ഡേ ശ്രീരാജ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ അനിയൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ട അനിയന് എല്ലാ ജന്മദിനാശംസകളും നേരുന്നു. വീഡിയോ ഒരു ദിവസം ലേറ്റായിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.